യുക്രൈന് 2.3 ബില്യൺ US$ കൂടി സൈനിക സഹായം നൽകുമെന്ന് അമേരിക്ക. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ സഹായ പാക്കേജിൽ എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകളും മറ്റ് നിർണായക യുദ്ധോപകരണങ്ങളും ഉൾപ്പെടും. ഈ വർഷമാദ്യം യുക്രൈന് 61 ബില്യൺ US$ സഹായത്തിന് അമേരിക്ക അംഗീകാരം നൽകിയിരുന്നു. ഹഷ്മണി കേസിൽ ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാവിധി സെപ്റ്റംബറിലേക്ക് മാറ്റി. ഡൊണാൾഡ് ട്രംപിന്റെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് അഭിഭാഷകർ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി. ജൂലൈ 11 ട്രംപിന് ശിക്ഷ വിധിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. സെപ്റ്റംബർ 6 പ്രമേയങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് ജസ്റ്റിസ് ജുവാൻ മെർച്ചന്റ് പറഞ്ഞു. ആദ്യമായി യുക്രൈൻ സന്ദർശിച്ച് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി ചർച്ച നടത്തുകയാണ് സന്ദർശന ലക്ഷ്യം. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഓർബൻ യുക്രൈനിലെത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും അടുത്ത യൂറോപ്യൻ സഖ്യകക്ഷിയാണ് ഓർബൻ. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ സംഭാവനകളെ അഭിനന്ദിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുമായി നടത്തിയ ചർച്ചയിലാണ് ഷെയ്ഖ് ഹസീന ഇക്കാര്യം വ്യക്തമാക്കിയത്. ധാക്കയിലെ ദേശീയ സംഘസദ് ഭവൻ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യൻ നാവികസേനയും ബംഗ്ലാദേശ് നാവികസേനയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉഭയകക്ഷി നാവിക ഇടപെടലുകളുടെ പുരോഗതിയെക്കുറിച്ചും ദിനേശ് കെ ത്രിപാഠി ഷെയ്ഖ് ഹസീനയെ ധരിപ്പിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന തരത്തിൽ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ടുകൾ തള്ളി ബെഞ്ചമിൻ നെതന്യാഹു. അജ്ഞാത ഉറവിടങ്ങൾ വാർത്താമാധ്യമത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് നെതന്യാഹു എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. അതിൽ ഹമാസിന്റെ ഉന്മൂലനവും ഉൾപ്പെടുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു.